ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എല്ലില്ലാത്തതാണ് എടുത്തത്. എല്ലോട് കൂടിയ ബീഫുള്ളതാണ് കൂടുതൽ നല്ലത്. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട്. ചെറിയ സ്ലൈസ് ആയിട്ടാണ് ഇവിടെ അരിഞ്ഞു വച്ചിരിക്കുന്നത്. 2 ചെറിയ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, കുറച്ചധികം മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇറച്ചിയെല്ലാം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരുന്ന ഉള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലയും എല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവ് കുറവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഞാനിതിൽ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കുരുമുളക് പൊടി ഇട്ടാൽ തന്നെ ആവശ്യത്തിനുള്ള എരിവ് ഉണ്ടാകും. അതുകൊണ്ട് എക്സ്ട്രാ മുളക് പൊടി ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഇറച്ചിക്ക് അത്യാവശ്യം നല്ല വേവ് ഉണ്ടാകും. 6 വിസിലിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഇത് അടി പിടിക്കാനെല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക ഗ്യാസിൽ വെച്ച് വേവിക്കാൻ പോകുന്നതിന് മുൻപായിട്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നല്ല നെയ്യുള്ള ബീഫാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നെയ്യ് കുറവുള്ള ബീഫ് ആയതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഗ്യാസിൽ വെച്ചിട്ട് 6 വിസിൽ ഇടണം. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. വിസിൽ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 വിസിലും കൂടി ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ 6 വിസിൽ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ വിസിലെല്ലാം പോയിട്ട് വേണം സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റുവാനായിട്ട്. ഇത് വിസിലെല്ലാം പോയിട്ട് തന്നെ തുറക്കണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കുരുമുളക് ഇട്ട ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ബീഫ് കറി ഉണ്ടാക്കാൻ അറിയാത്തവർക്കെല്ലാം വളരെ പെട്ടെന്ന് കുക്കറിൽ ഇങ്ങനെ ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ആ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്